BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കുടുംബജീവിതം തകർത്തു, ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും പരാതി. അതിജീവിതയുടെ ഭർത്താവാണ് പരാതി നൽകിയത്. തന്റെ കുടുംബജീവിതം തകർത്തെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നു. തനിക്ക് വലിയ മാനനഷ്ടമുണ്ടായെന്നും വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത് എന്നായിരുന്നു രാഹുലിന്റെ വാദം. പ്രശ്നം പരിഹരിക്കുവാനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും ഭർത്താവ്. പുതിയ പരാതി നിർണായകമാവുക കോടതിയിലായിരിക്കും. രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കളവാണെന്ന് പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കുവാൻ കഴിയും. കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കുവാൻ ഇടപെട്ടുള്ള പരിചയമാണ് യുവതിയുമായിട്ടുള്ളത് എന്നാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. അതിനെ തള്ളുന്നതാണ് ഭർത്താവിന്റെ പരാതി. SIR മാപ്പിംഗ് നടത്താനാകാത്ത 19 ലക്ഷം പേരുടെ പട്ടിക പൊതുരേഖയായി പ്രസിദ്ധീകരിക്കണം. ആവശ്യവുമായി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ SIR മാപ്പിംഗ് നടത്താനാകാത്ത 19 ലക്ഷം പേരുടെ പട്ടിക പൊതുരേഖയായി പ്രസിദ്ധീകരിക്കണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ SIR യോഗത്തിൽ ആവശ്യപ്പെട്ടു. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെയും പ്രവാസികളെയും ഹിയറിംഗിൽ നിന്നും ഒഴിവാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകണമെന്ന് CPIMഉം കോൺഗ്രസും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് രേഖകൾ നൽകുവാൻ വേണ്ട സമയം നൽകിയില്ലെങ്കിൽ പ്രതിഷേധമുയർത്തുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ഈ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് എങ്കിൽ വലിയ വിഭാഗം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുമെന്ന് CPIMന് വേണ്ടി യോഗത്തിൽ പങ്കെടുത്ത DK മുരളി പറഞ്ഞു. നോൺ മാപ്പിംഗ് വിഭാഗത്തിലുള്ള ആളുകളെ കണ്ടെത്തുവാൻ രാഷ്ട്രീയ പാർട്ടികളെ കൂടി വിശ്വാസത്തിലെടുക്കണമെന്നും CPIM പ്രതിനിധി പറഞ്ഞു. ഇത്രയധികം പേരെ വിളിച്ചുവരുത്തി ഹിയറിംഗ് നടത്താനുള്ള സമയം മുൻപിലില്ല. നോൺ മാപ്പിംഗ് വിഭാഗത്തിലുള്ള ആളുകളെ കണ്ടെത്തുവാൻ രാഷ്ട്രീയ പാർട്ടികളെ കൂടി വിശ്വാസത്തിലെടുക്കണം. പല BLOമാരുടെ കയ്യിലും പട്ടികയില്ല. ശാസ്ത്രീയമായല്ല ബൂത്തുകൾ പുനഃക്രമീകരിച്ചത്. ഇത്തരം അപാകതകൾ എല്ലാം പരിഹരിക്കുവാൻ ഇനി 1 മാസമേ ബാക്കിയുള്ളൂ. മണ്ഡലാടിസ്ഥാനത്തിൽ ഈ ROമാർക്ക് കൂടുതൽ അധികാരം നൽകണം. രേഖകൾ ഹാജരാക്കുന്ന മുഴുവൻ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം താഴേക്ക് നൽകണം. ജനാധിപത്യം അട്ടിമറിക്കുവാൻ വഴിമരുന്നിടുന്ന സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാകണം, അദ്ദേഹം വ്യക്തമാക്കി. വെനസ്വേലയെ ആക്രമിച്ച അമേരിക്ക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്. വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ അമേരിക്കൻ ആക്രമണം. കാരക്കാസിലും മിറാണ്ടയിലും അരുവാഗയിലും ലാഗ്വേറയിലും അമേരിക്ക ആക്രമണം നടത്തിയതായി വെനസ്വേല. ആക്രമണത്തെ തുടർന്ന് വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 1:50 അമേരിക്ക വെനസ്വേലയൻ തലസ്ഥാനമായ കാരക്കാസിൽ ആക്രമണം ആരംഭിച്ചത്. 7 സ്ഫോടനങ്ങളുടെ ശബ്ദവും താഴ്ന്ന പറക്കുന്ന വിമാനങ്ങളുടെ ശബ്ദവും കേട്ടതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന കേസ്, ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള പീഡന കേസിൽ 2ാം പ്രതി ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആദ്യ പീഡന പരാതിയിലെ 2ാം പ്രതിയാണ് അടൂർ സ്വദേശിയായ ജോബി. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് ജോബിയാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. യുവതിയുടെ ആവശ്യപ്രകാരമാണ് മരുന്ന് എത്തിച്ചതെന്നും മരുന്ന് എന്തിനുള്ളതാണെന്ന് അറിയില്ല എന്നുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ച് യുവതിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ചികിത്സ തേടിയ ആശുപത്രി രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ഗർഭചിത്രത്തിനായി ബംഗളൂരുവിൽ നിന്നും യുവതിക്ക് മരുന്ന് എത്തിച്ചു നൽകി, നിർബന്ധിച്ച് കഴിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോൾ വിളിച്ച് അത് കഴിക്കുന്നതിനായി നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള 20 പേജ് വരുന്ന യുവതിയുടെ മൊഴിയിൽ പറയുന്നു. ഇതിനു പിന്നാലെയാണ് ജോബിയെ പ്രതി ചേർത്തത്. തലൈവർ 173 രജനീകാന്ത് ചിത്രവുമായി കമൽ ഹാസന്റെ രാജ് കമൽ ഫിലിംസ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തുന്ന പുതിയ ചിത്രം നിർമ്മിക്കുന്നത് ഉലക നായകൻ കമൽ ഹാസൻ. തലൈവർ 173 എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സിബി ചക്രവർത്തിയാണ്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ കമൽ ഹാസൻ നിർമ്മിക്കുന്ന ചിത്രം 2027 പൊങ്കൽ റിലീസ് പ്രദർശനത്തിന് എത്തുക എന്നാണ് സൂചന.
റെഡ് ജയന്റ് മൂവീസ് ആണ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത്. കമൽഹാസന്റെ ഉടമസ്ഥതയിലുള്ള രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ അടുത്തിടെ 44 വർഷങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതിന്റെ ആഘോഷങ്ങളുടെ ഭാഗം കൂടിയായാണ് ഈ വമ്പൻ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർ മഹേന്ദ്രനൊപ്പം ചേർന്നാണ് കമൽഹാസൻ ഈ ചിത്രം നിർമ്മിക്കുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ദാരുണാന്ത്യം. ബംഗ്ലാദേശിൽ ആക്രമണം നേരിട്ട ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാവ് മരിച്ചു. ഖോക്കോൺ ചന്ദ്രദാസ് ആണ് മരിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡിസംബർ 31 ശരിയത്പൂർ ജില്ലയിലാണ് സംഭവം നടന്നത്. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ആക്രമണത്തിൽ ഖഖൻ ദാസിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ തീ കൊളുത്തിയെങ്കിലും ഉടൻ നദിയിലേക്ക് എടുത്ത് ചാടിയതിനാൽ രക്ഷപ്പെട്ടു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദാസ് ചികിത്സയിലായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെതിരെ നടക്കുന്ന 4ാമത്തെ ആക്രമണമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇനി കോൺഗ്രസിന് ഒന്നും ചെയ്യാനില്ല ഷാഫി പറമ്പിൽ MP. രാഹുൽ വിഷയത്തിൽ ഇനി കോൺഗ്രസിന് ഒന്നും ചെയ്യാനില്ലെന്ന് ഷാഫി പറമ്പിൽ MP പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. നാളെ വയനാട്ടിൽ നടക്കുന്ന ചിന്തൻ ശിബിരം ചർച്ച ചെയ്യും. MP-മാർ മത്സരിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടില്ല. കോൺഗ്രസ് UDF പ്രവർത്തകരാരും നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആന്റണി രാജുവിനെതിരായ കേസ് ഇനി ആരോപണമല്ല, കുറ്റം തെളിയിക്കപ്പെട്ടു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.